മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. പത്മ പുരസ്കാര നിറവിൽ മലയാളം. VS അച്യുതാനന്ദനും ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ. ആലപ്പുഴയിലെ പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്കും കലാമണ്ഡലം വിമല മേനോനും പത്മശ്രീ. ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. സംഘർഷഭരിതമായ ലോകത്തിൽ ഇന്ത്യ സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നുവെന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗുണനിലവാരം ഉറപ്പാക്കിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ രാജ്യത്തെ വ്യവസായികളോടും സ്റ്റാർട്ടപ്പുകളോടും ആഹ്വാനം ചെയ്ത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിൽ പ്രതീക്ഷ പങ്കുവച്ചു പ്രധാനമന്ത്രി. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറിയിലെ വിവാദ വെളിപ്പെടുത്തലിൽ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക്. കടുത്ത അച്ചടക്ക ലംഘനമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം. നിലപാടിൽ ഉറച്ചു തന്നെയെന്നും CPM ഇങ്ങനെ പോകുന്നത് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അപകടമെന്നും V കുഞ്ഞികൃഷ്ണൻ. കോൺഗ്രസുമായി അതൃപ്തിയിൽ തുടരുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താൻ CPM നീക്കം. മുഖ്യമന്ത്രിക്ക് അടുപ്പമുള്ള വ്യവസായിയുമായി ദുബായിൽ നിർണായക ചർച്ചകൾ. അറിയാത്ത വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് VD സതീശൻ. അനുനയ നീക്കവുമായി PS ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്ത്. ആശുപത്രിക്കിടക്കെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരണമെന്ന് ബന്ധുക്കൾ. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ യുവാവ് മരിച്ചതിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ്. ബിസ്മിർ ശ്വാസമെടുക്കാനാകാതെ ആശുപത്രി വരാന്തയിൽ പിടയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ശമ്പള വർധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 2 മുതൽ സമരം ശക്തമാക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. OP അടക്കം ബഹിഷ്കരിക്കാൻ നീക്കം. പത്മ പുരസ്കാര നിറവിൽ മലയാളം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ ലഭിച്ചു. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരുടെ വലിയ നിര തന്നെയുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികളാണ്. CPMന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നത്. ജന്മഭൂമിയുടെ സ്ഥാപക പത്രാധിപരും എഴുത്തുകാരനും ആദ്യകാല RSS പ്രചാരകനുമായ P നാരായണനെ തേടി സാഹിത്യ വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ എത്തിയത്. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തുമുള്ള മികവിനാണ് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. കൂടാതെ ബോളിവുഡ് രംഗത്തെ ഹീമാൻ എന്നറിയപ്പെടുന്ന നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായും കലാരംഗത്തെ മികവിന് ക്ലാസിക്കൽ വയലിനിസ്റ്റ് N രാജവും പത്മവിഭൂഷണ് അർഹരായി. കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെയും സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും പത്മഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തു. നൃത്തരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡലം വിമല മേനോനെയും അൺസങ് ഹീറോസ് പട്ടികയിൽ ഉൾപ്പെടുത്തി പരിസ്ഥിതി പ്രവർത്തകയും കേരളത്തിന്റെ വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന ദേവിക അമ്മയെയും പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. കായിക ലോകത്ത് നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയെയും JNU മുൻ വൈസ് ചാൻസലർ ജഗദീഷ് കുമാറിനെയും പത്മശ്രീക്ക് അർഹരാക്കി. നീലഗിരിയിലെ കുറുമ്പ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ചിത്രകാരൻ R കൃഷ്ണന് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ ലഭിച്ചു. ഇത്തവണത്തെ പത്മശ്രീ പട്ടികയിൽ 45 പേരാണ് അൺസങ് ഹീറോസ് വിഭാഗത്തിൽ ഇടം പിടിച്ചത്. കർണാടകയിൽ നിന്നുള്ള അങ്കെ ഗൌഡ, മഹാരാഷ്ട്രയിലെ ആർമിഡ ഫെർണാണ്ടസ് തുടങ്ങിയവരും പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായവരിൽ ഉൾപ്പെടുന്നു. പ്രമുഖ ഗായിക അൽക്ക യാഗ്നി, മുൻ ടെന്നീസ് താരം വിജയ് അമൃതരാജ് എന്നിവർക്കും പത്മഭൂഷൺ ലഭിച്ചു. ഇവർക്കൊപ്പം മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ, പ്രമുഖ പരസ്യകർത്താവ് പീയൂഷ് പാണ്ഡെ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായും കോട്ടക് മഹീന്ദ്ര ബാങ്ക് സ്ഥാപകൻ ഉദയ് കോട്ടക്, മഹാരാഷ്ട്ര മുൻ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി എന്നിവരും പത്മഭൂഷൺ പട്ടികയിലുണ്ട്.
5 പേർക്ക് പത്മവിഭൂഷണും 13 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. ഈ വർഷം 5 പേർക്ക് പത്മവിഭൂഷണും 13 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. വിവിധ മേഖലകളിൽ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ മുൻനിർത്തിയാണ് പ്രമുഖ വ്യക്തിത്വങ്ങളെ പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. പത്മശ്രീ പുരസ്കാര നിറവിലാണ് ആലപ്പുഴയിലെ വനമുത്തശ്ശി. പരിസ്ഥിതി പ്രവർത്തകയായ കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. മുൻപ് വനിതകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നാരീശക്തി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ദേവകിയമ്മ നേടിയിട്ടുണ്ട്. ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് പരിസ്ഥിതി മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. അൺസങ് ഹീറോസ് വിഭാഗത്തിലാണ് പത്മശ്രീ. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മശ്രീ സമ്മാനിക്കും. കായംകുളം കണ്ടല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കൊല്ലക്കയിൽ തറവാട്ടിലെ ദേവകിയമ്മ രൂപപ്പെടുത്തിയെടുത്ത തപോവനം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. സ്വന്തം വീട്ടിലെ വിശാലമായ 5 ഏക്കർ പറമ്പിൽ 4 പതിറ്റാണ്ട് കൊണ്ട് 3000-ഓളം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കാടുണ്ടാക്കിയ ദേവകിയമ്മ പ്രായത്തിൻ്റെ പരിമിതികൾക്കിടയിലും തൻ്റെ വീട്ടുമുറ്റത്തെ കാടും മരങ്ങളും ഇന്നും പരിപാലിച്ചു പോരുന്നു. ഒരു വാഹനാപകടത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന കാലത്താണ് ദേവകിയമ്മ തൻ്റെ വീട്ടുപരിസരത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചു തുടങ്ങിയത്. പിൽക്കാലത്ത് ഇത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിൽ വനമാക്കി മാറ്റുന്ന പ്രവർത്തനമായി മാറി. കൃഷി പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ദേവകിയമ്മ വനത്തിനും ജീവജാലങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണ് ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട മുതുകുളം വനം ഇന്ന് നിരവധി അപൂർവ സസ്യങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പത്മ പുരസ്കാര നിർണയത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ദേവകിയമ്മയുടെ ഈ നേട്ടം. പ്രശസ്തിയുടെ ലോകത്തിനു പുറത്തുനിന്ന് നിശബ്ദ സേവനം നടത്തുന്നവരെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ അൺസങ് ഹീറോസ് എന്ന വിഭാഗത്തിലാണ് ദേവകിയമ്മയും ഉൾപ്പെട്ടത്. ഇത്തവണ പ്രഖ്യാപിച്ച പട്ടികയിലെ ആദ്യ 45 പേരിൽ ദേവകിയമ്മയും ഇടം പിടിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ദേവകിയമ്മയെ തേടിയെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരള പോലീസിൽ നിന്ന് SP ഷാനവാസ് അബ്ദുൾ സാഹിബിന് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചു. കേരള ഫയർ സർവീസിൽ നിന്ന് രാജേന്ദ്രനാഥിന് വിശിഷ്ട സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. സുസ്ഥിര സേവനത്തിന് കേരളത്തിൽ നിന്നുള്ള 10 പോലീസ് ഉദ്യോഗസ്ഥർക്കും കേരള ഫയർഫോഴ്സിലെ 3 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിലെ 4 ഉദ്യോഗസ്ഥർക്കും മെഡൽ ലഭിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് ഡയറക്ടർമാരായ IB റാണി, KV ശ്രീജേഷ് എന്നിവർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. ആകെ 928 പേർക്കാണ് മെഡൽ ലഭിച്ചത്. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു സായുധ സേനാംഗങ്ങൾക്ക് വീരസൈനിക ബഹുമതികൾ പ്രഖ്യാപിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര നൽകി ആദരിച്ചു. മലയാളിയായ ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ അടക്കം 3 പേർക്ക് കീർത്തിചക്രയും ലഭിച്ചു. പായ്വഞ്ചിയിൽ സാഹസികമായി ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽനയ്ക്കും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ A രൂപയ്ക്കും ശൗര്യചക്രയുമുണ്ട്. സായുധ സേനയിലെ 13 പേർക്കാണ് ശൗര്യചക്ര. വീരമൃത്യു വരിച്ച 6 പേരുൾപ്പെടെ 70 പേർക്കാണ് വീരസൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനം. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയൻ എന്നിവരാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥികൾ. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായുള്ള എല്ലാ ഒരുക്കങ്ങളും കർത്തവ്യപഥിൽ പൂർത്തിയായി. വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പരേഡിന്റെ പ്രമേയം. പതിവ് പരേഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന മൃഗസേന ആദ്യമായി പരേഡിൽ അണിനിരക്കും. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 17ഉം വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള 13ഉം നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കും. ഇന്ത്യ പുതുതായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും പരേഡിന്റെ ഭാഗമാകും. പെഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് വിറപ്പിച്ച ഫൈറ്റർ ജെറ്റുകളുടെ അഭ്യാസ പ്രകടനം പരേഡിന് മാറ്റുകൂട്ടും. 2500 കലാകാരന്മാർ കർത്തവ്യപഥിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നതാണ് ഇത്തവണത്തെ പരിപാടികളുടെ പ്രമേയം. ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ദിനമാണ് നാളെ. ന്യൂസ് ഡെസ്ക്, അമൃത TV.
സ്ത്രീ ശാക്തീകരണം, ലിംഗസമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഇന്ത്യൻ സ്ത്രീകൾ സ്റ്റീരിയോടൈപ്പുകൾ തകർക്കുകയും കൃഷി, ബഹിരാകാശം, കായികം, സൈന്യം തുടങ്ങി രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്ന റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഓർഗാനിക് കൃഷി പ്രോത്സാഹിപ്പിക്കുക, നവീകരണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുക എന്നിവ ഇന്ത്യയുടെ ഭാവി വളർച്ചയുടെ പ്രധാന തൂണുകളാണെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. योजना के तहत अब तक 57 करोड़ से अधिक बैंक खाते खोले जा चुके हैं. इनमें महिलाओं के खाते लगभग ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ രാജ്യത്തെ വ്യവസായികളോടും സ്റ്റാർട്ടപ്പുകളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. 130-ാം മൻ കി ബാത് പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ മൻ കി ബാത്തിന്റെ ആദ്യ എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ദേശീയ വോട്ടർ ദിനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പരിപാടി ആരംഭിച്ചത്. ജനാധിപത്യത്തിന്റെ ആത്മാവാണ് വോട്ടർമാരെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുള്ള രാജ്യമാണ്. വിപ്ലവകരമായ മാറ്റങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കുന്നത്. 10 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മേഖലകളിൽ ഇപ്പോൾ ഇവ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. AI, ബഹിരാകാശം, ആണവോർജം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി ഏത് മേഖലയെടുത്താലും അവിടെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പിനെ കാണാൻ സാധിക്കും. ഈ മേഖലയിലെ യുവാക്കളുടെ കഠിനാധ്വാനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. भारत में आज दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम बन चुका है. ये स्टार्टअप्स लीग से हटके हैं. आज वे ऐसे सेक्टर्स में काम कर रहे हैं जिनके बारे में 10 साल पहले तक कल्पना भी नहीं की जा सकती थी. നമ്മൾ നിർമ്മിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങളും ലോകോത്തര നിലവാരമുള്ളതാകണം. ഇന്ത്യൻ ഉൽപ്പന്നം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ടോപ്പ് ക്വാളിറ്റി ആണെന്ന് ലോകം തിരിച്ചറിയണമെന്നും അദ്ദേഹം വ്യവസായികളെയും സ്റ്റാർട്ടപ്പ് രംഗത്തെ ആളുകളെയും ഓർമ്മിപ്പിച്ചു. മികവായിരിക്കണം നമ്മുടെ മാനദണ്ഡം. हम सबका एक ही मंत्र हो, क्वालिटी, क्वालिटी और सिर्फ क्वालिटी. कल से आज बेहतर क्वालिटी. हम जो भी मैन्युफैक्चर कर रहे हैं उसकी क्वालिटी को बेहतर बनाने का संकल्प लें. ഭജൻ ക്ലബിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഓരോ കാലഘട്ടവും അതിൻ്റെതായ രീതിയിൽ ഭക്തിയെ കണ്ടു. ഇന്നത്തെ തലമുറയും പുതിയതും ശ്രദ്ധേയവുമായ എന്തെങ്കിലും ചെയ്യുന്നു. ഇന്നത്തെ യുവാക്കൾ അവരുടെ ജീവിതശൈലിയിൽ ഭക്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിന്ത ഒരു പുതിയ സാംസ്കാരിക പ്രവണതയ്ക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ പ്രതീക്ഷ പങ്കുവച്ച് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറാകും ഇന്ത്യയുമായി ഒപ്പുവയ്ക്കുക എന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച ഇരുവരും പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഉർസുല വോൺ ഡെയർ ഇന്ത്യയുമായുള്ള കരാറിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും വിദേശകാര്യമന്ത്രി S ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. US ഇന്ത്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാരം വികസിപ്പിക്കുന്നതിനും നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ഇരു നേതാക്കളും എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഇന്ത്യ US ബന്ധം, ഇന്തോ പസഫിക്, യുക്രൈൻ സംഘർഷം എന്നിവ ചർച്ചാ വിഷയങ്ങളിൽ ഉൾപ്പെട്ടതായി ജയശങ്കർ എക്സ് പോസ്റ്റിൽ കുറിച്ചു. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. കണ്ണൂരിലെ രക്തസാക്ഷി ധനരാജിന്റെ കുടുംബസഹായ ഫണ്ടുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉൾപ്പെടെ ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് CPIM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്.
താൻ ഉന്നയിച്ച പരാതി പരിഗണിക്കാത്ത നേതൃത്വം പരാതി ഉന്നയിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷും MV ജയരാജനും ഉൾപ്പെടെ പ്രതിരോധവുമായി രംഗത്തെത്തി. പാർട്ടി ഘടകത്തിൽ ഉന്നയിക്കാതെ ഇത്തരം പരാതികൾ പുറത്തു പറയുന്നത് ശത്രുക്കളെ സഹായിക്കാനാണ് എന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. എന്നാൽ EP ജയരാജനെതിരെ മുൻപുയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് നേതൃത്വത്തിനെതിരെ കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം മുന്നിലിരിക്കെ കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നടപടിയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ചേർന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. അതേസമയം നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത് അവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷമായിരിക്കും നടപടിയുടെ വിശദാംശങ്ങൾ പാർട്ടി പരസ്യമായി പ്രഖ്യാപിക്കുക. ധനരാജ് വധക്കേസിൽ MLA TI മധുസൂദനെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ധനരാജ് കൊല്ലപ്പെട്ടത് TI മധുസൂദനുമായി തെറ്റിയതിനു ശേഷമാണെന്നും പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് RSS പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. MLAക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച CPIM നേതൃത്വം പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അച്ചടക്ക നടപടിക്ക് ശേഷം കുഞ്ഞികൃഷ്ണനിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും CPIMന് മുന്നിലുള്ള ആശങ്കകളാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. തൊഴിലാളികളുടെ ആരോഗ്യം, ശാരീരിക ക്ഷമത, സാമൂഹിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ച് വർക്ക് ഫോഴ്സ് റൺ സംഘടിപ്പിച്ചു. ദുബായ് ഖുറാനിക് പാർക്കിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ കമ്പനികളിൽ നിന്നുള്ള 1000-ലധികം തൊഴിലാളികളും ജീവനക്കാരും പങ്കെടുത്തു. സമൂഹത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുക, ശാരീരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ദുബായിയുടെ വികസന യാത്രയിലെ നിർണായക പങ്കാളികളായ തൊഴിലാളികളെ ആദരിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള കമ്മ്യൂണിറ്റി സ്പോർട്സ് സംരംഭത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് GDRFA ദുബായ് അറിയിച്ചു. UAEയിൽ പലയിടങ്ങളിലും മഴ ലഭിച്ചു. രാജ്യത്ത് തണുപ്പ് കാലാവസ്ഥ തുടരുകയാണ്. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ പകൽ താപനില 20 ഡിഗ്രി സെൽഷ്യസിനടുത്തും രാത്രി 16 ഡിഗ്രി സെൽഷ്യസുമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യമെമ്പാടും ഇന്ന് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പുകളെ കരുതിയിരിക്കണമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ സന്ദേശങ്ങളോട് പ്രതികരിക്കാവൂ എന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗവൺമെന്റ് സ്ഥാപനങ്ങളുടേതെന്ന വ്യാജേന സന്ദേശങ്ങൾ അയച്ച് തട്ടിപ്പുകൾ നടത്തുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് അധികൃതർ ഇക്കാര്യത്തിൽ ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ദുബായ് RTAയുടെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പങ്കുവച്ചത്. അബുദാബി ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും കഴിഞ്ഞ ദിവസം സമാനമായ മുൻകരുതൽ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് യാത്രാ സൗകര്യവും അഭയവും നൽകിയ സൗദി പൗരനെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. എത്യോപ്യക്കാരായ 47 പേരെയാണ് സൗദി പൗരൻ സഹായിച്ചത്. യാത്രാ സൗകര്യവും അഭയവും നൽകിയ സൗദി പൗരനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിന് മുന്നോടിയായി പബ്ലിക് പ്രോസിക്യൂഷന് റെഫർ ചെയ്തതായും റിയാദ് പോലീസ് അറിയിച്ചു. സൗദിയിൽ നുഴഞ്ഞുകയറാൻ നിയമലംഘകരെ സഹായിക്കുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്ക് യാത്രാ താമസ സൗകര്യങ്ങളും ജോലിയും നൽകുന്നവർക്കും 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. ലോകത്തെ ആദ്യ പവിഴപ്പുറ്റ് ഉച്ചകോടിക്ക് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കും. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൗദി ഹൗസ് പരിപാടിയിൽ US-ലെ സൗദി അംബാസിഡർ അമീറ റീമ ബിൻ ബന്ദർ അൽ സൗദാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗോള പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിൽ സൗദി അറേബ്യ വഹിക്കുന്ന പങ്കും സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും ഉച്ചകോടിയിൽ ചർച്ചയാകും. കുവൈറ്റിൽ 111 വയസ്സ് പ്രായമായ രോഗിയിൽ നടത്തിയ ഹൃദയ ശസ്ത്രക്രിയ വിജയകരം. അദാൻ ആശുപത്രിയിലെ അൽ ദബൂസ് സെന്ററിലെ ഹൃദയ കാത്തറൈസേഷൻ വിഭാഗം മേധാവി ഡോക്ടർ അഹമ്മദ് അൽ ഷിത്തി, മുബാറക് അൽ കബീർ ആശുപത്രിയിലെ ഹൃദയ വിഭാഗം മേധാവിയും കുവൈറ്റ് ഹാർട്ട് അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ അബ്ദുള്ള ഇസ്മായിൽ എന്നിവരാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രായാധിക്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ സാധാരണ ജീവിതം നയിച്ചു വരികയായിരുന്ന രോഗിക്ക് ഓർട്ടിക് വാൽവിലെ ഗുരുതരമായ സങ്കോചം മൂലം ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. വെറും 40 മിനിറ്റിനുള്ളിലാണ് ശസ്ത്രക്രിയ പൂർണ്ണ വിജയത്തോടെ പൂർത്തിയാക്കിയത്.
മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ ശശി തരൂരിനെ ഒപ്പം നിർത്താൻ CPM. ദുബായിലെ ചർച്ചകൾ നിർണായകമാണ്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയുടെ ഇടനിലയിലാണ് ചർച്ച നടക്കുന്നത്. മഹാപഞ്ചായത്തിലെ അവഗണനയിൽ തരൂർ അതൃപ്തിയിലാണ്. കോൺഗ്രസുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു രാഷ്ട്രീയ വിസ്മയമായി മാറാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് സൂചന. തരൂരിനെ ചേർത്ത് നിർത്താൻ CPM നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചർച്ചകൾ നടക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചാണ്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ദുബായിലെ വ്യവസായ പ്രമുഖനാണ് തരൂരുമായുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് വാർത്തകൾ തരൂർ ക്യാമ്പ് തള്ളുന്നില്ല. കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ച ഇപ്പോൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനി തുടരുമോ എന്ന ചോദ്യം തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ചും കേന്ദ്ര സർക്കാരിന്റെ വേദികളിൽ പങ്കെടുത്തും തരൂർ നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയാണ്. കൊച്ചിയിൽ മഹാപഞ്ചായത്തിലെ വേദിയിൽ കോൺഗ്രസിൽ നിന്നും അവഗണന ഉണ്ടായി എന്നാണ് തരൂർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ തരൂരിന്റെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അറിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദുബായിൽ നടക്കുന്ന ചർച്ച നിർണായകമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ശശി തരൂർ CPM ചർച്ചാ വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അറിയാത്ത വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് VD സതീശൻ പറഞ്ഞു. വാർത്ത കണ്ടിട്ട് നമ്മൾ ഓരോ വാർത്തയോടും നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമ്മൾ അന്വേഷിച്ച് അല്ലെ നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ പ്രതികരിക്കുന്നത് ശരിയാണോ? ശരിയല്ല. മഹാപഞ്ചായത്തിലേറ്റ അവഗണനയിൽ കടുത്ത അതൃപ്തിയിലുള്ള ശശി തരൂരിനെ അണുനയിപ്പിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി തന്നെ സംസാരിച്ചേക്കും എന്നാണ് സൂചനകൾ. തരൂരിനെ പിണക്കി നിർത്തുന്നത് ശരിയല്ല എന്ന സന്ദേശം രാഹുലിന് നേതാക്കൾ നൽകിയെന്നാണ് സൂചന. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ പിണക്കം തീർക്കാനാണ് ശ്രമം. രാഹുൽ തന്നെ സംസാരിക്കണമെന്ന് നിർദ്ദേശം മറ്റ് നേതാക്കൾ മുൻപോട്ട് വച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് യോഗത്തിൽ തരൂർ പങ്കെടുത്തിരുന്നെങ്കിൽ രാഹുൽ സംസാരിക്കുമായിരുന്നുവെന്ന് AICC നേതാക്കൾ വ്യക്തമാക്കി. NSSനെ അണുനയിപ്പിക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമായി BJP നേതാവ് PS ശ്രീധരൻപിള്ള G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുകുമാരൻ നായരും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല എന്ന് PS ശ്രീധരൻപിള്ളയും പറഞ്ഞു. ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാരും BJPയും ഒന്നും ചെയ്തില്ല എന്ന NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് NSSുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്ന മുതിർന്ന BJP നേതാവ് PS ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്തെത്തിയത്. സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും ശ്രീധരൻപിള്ളയുമായി രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദമാണുള്ളതെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. BJP ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യണ്ട. അതേസമയം കൂടിക്കാഴ്ചയിൽ BJPക്കെതിരായ NSSന്റെ വിമർശനങ്ങൾ ചർച്ചയായെന്നും ഇപ്പോൾ അത് പുറത്തു പറയാൻ സാധിക്കില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. പിന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS SNDP ഐക്യത്തിനായുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ശ്രീധരൻപിള്ളയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ NSSൽ നിന്നും തുടർച്ചയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് BJP നേതൃത്വം വിലയിരുത്തുന്നു. അമൃത ന്യൂസ്, കോട്ടയം. വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ്. കൊല്ലങ്കോണം സ്വദേശി ബിസ്മിർ ആണ് മരിച്ചത്. സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ ചികിത്സയിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. തിങ്കളാഴ്ച പുലർച്ചെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മിർ ഭാര്യയോടൊപ്പം വിളപ്പിൽശാലയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ആശുപത്രിയുടെ ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് 10 മിനിറ്റിലധികം ആശുപത്രി വരാന്തയിൽ ബിസ്മിറും ഭാര്യയും കാത്തുനിൽക്കേണ്ടി വന്നു. നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചതിനും ശേഷമാണ് ഡോക്ടർമാർ പുറത്തേക്ക് വന്നത്. എന്നിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ലെന്നാണ് ബിസ്മിറിന്റെ കുടുംബം ആരോപിക്കുന്നത്. നിലവിളിച്ചു കരഞ്ഞിട്ടും ആശുപത്രി അധികൃതർ സഹായിച്ചില്ലെന്ന് ബിസ്മിറിന്റെ ഭാര്യ ജാസ്മിൻ പറയുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബിസ്മിർ മരണത്തിന് കീഴടങ്ങി. ശ്വാസതടസ്സം കൊണ്ട് ബുദ്ധിമുട്ടിയ ബിസ്മിറിന് ഓക്സിജൻ, CPR, നെബുലൈസേഷൻ എന്നിവ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് കുടുംബം
കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ ചികിത്സയിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വിശദീകരണം. ബിസ്മിർ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഭാര്യ ജാസ്മിൻ സഹായത്തിനായി പരിഭ്രാന്തയാകുന്നതും വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടുന്നത്. ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമരം ശക്തമാക്കാൻ ഒരുങ്ങി സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 2 തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കും. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം. വ്യാഴാഴ്ച മുതൽ ഡോക്ടർമാർ അനിശ്ചിതകാലത്തേക്ക് സമരം തുടങ്ങുന്നതോടെ അടിയന്തര ചികിത്സ ഒഴികെയുള്ളവ മുടങ്ങും. മെഡിക്കൽ കോളേജിലെ അധ്യാപനവും തുടർന്ന് അടിയന്തരമല്ലാത്ത ചികിത്സകളും നിർത്തിവെക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജനുവരി 27-ന് സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും. അവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശികകൾ നൽകുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2025 ജൂലൈ 1 മുതൽ KGM-CTA പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്. ജനുവരി 13 മുതൽ അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ജനുവരി 12-ാം തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും ധനമന്ത്രി KN ബാലഗോപാലിന്റെയും നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു. പ്രവേശന തസ്തികയിലുണ്ടായ ശമ്പളക്കുറവ് പരിഹരിക്കാമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് പരിഗണിക്കാമെന്നും യോഗത്തിൽ തീരുമാനമായതോടെ അന്ന് സമരം പിൻവലിച്ചിരുന്നു. സർക്കാരിന്റെ ഉറപ്പ് പൂർണ്ണമായും നടപ്പിലാകാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കുകയാണെങ്കിൽ ലോകകപ്പിൽ നിന്ന് പിന്മാറാനാണ് പാകിസ്ഥാന്റെ തീരുമാനമെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് PCBക്ക് ICCയുടെ അന്ത്യശാസനം. ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാനെ ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഉപരോധങ്ങൾ ICC ഏർപ്പെടുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. മറ്റ് അംഗരാജ്യങ്ങളുമായുള്ള പരമ്പരകൾക്ക് അനുമതി നൽകാതിരിക്കുക, അംഗരാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർക്ക് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുന്നതിനുള്ള NOC നൽകാതിരിക്കുക, ഏഷ്യ കപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെന്റുകളിൽ നിന്നുള്ള വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം ഉപരോധങ്ങൾ നടപ്പിൽ വന്നാൽ അത് PCBയുടെ വരുമാനത്തെ സാരമായി ബാധിക്കും. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് YouTube ചാനൽ കാണുക. നമസ്കാരം.